ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു നോക്കാം. ഇപ്പോൾ നിഫ്റ്റി പോസിറ്റീവായിട്ടാണ് പോയത്, ബട്ട് എന്നാലും പോസിറ്റീവ് ഓപ്പൺ ആയാലും സൈഡ് വേസ് ആണ് ക്ലോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ മൂവ്മെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. 104 പോയിന്റ്സ് പോസിറ്റീവ്, കുറച്ച് പോസിറ്റീവ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയാണ് 348 പോയിന്റ്സ് നെഗറ്റീവ്. യെസ്റ്റർഡേസ് ക്ലോസ് നോക്കുമ്പോഴത്തേക്കും നല്ല താഴേക്ക് പോയിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ക്ലിയർ ആയിട്ട് സൈഡ് വേസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റി 21,350 ക്ലോസ് ആയി. സെൻസസ് 242 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. IT, ഫാർമ, മെറ്റൽ, റിയാലിറ്റി സെക്ടർ ഒക്കെ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 1% വെച്ച് ഉയർന്നിട്ടുണ്ട്. അതുപോലെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും 0.7% വെച്ച് ഉയർന്നിരിക്കുന്നു. സെൻസസ് 71,106 ക്ലോസ് ആയി. വിപ്രോ ബിഗസ്റ്റ് ഗെയിനർ, ബിഗസ്റ്റ് ലൂസർ ആയത് ഗ്രസീം ഇൻഡസ്ട്രീസ്. വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത നിഫ്റ്റി ബാങ്കും, നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറുമാകുന്നു. സോ ഇനി ഏതൊക്കെ സ്റ്റോക്കിലാണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സെൻസർ ടെക്നോളജിയാണ്. സോ 620 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 720 ആണ് ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ വെയിറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. 2 weeks to 1 month ടൈം ഫ്രെയിം. HFCL നമ്മൾ ഓൾറെഡി പറഞ്ഞ ടാർഗറ്റ് തന്നെയാണ്, 100 സൂൺ എത്തും എന്നുള്ളത്. ദെൻ ആംബർ എൻ്റർപ്രൈസസ് 3020 താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ സെല്ല് ചെയ്തിട്ട് ബൈ ചെയ്യാനുള്ള അതാണ് ബെറ്റർ. ഓക്കെ, ദെൻ ടീം ലീസ് ഒറ്റ ദിവസത്തിൽ തന്നെ 435 പോയിന്റ്സ് ഉയർന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇനി കുറച്ച് പോയിന്റ്സും കൂടെ ഉള്ളൂ, വേഗം തന്നെ ടാർഗറ്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ടീം ലീസ് സർവീസസ്. 2906 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3500 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ രാജേഷ് എക്സ്പോർട്സ് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക്. 359 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 370 വരെ പോകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സുസ്ലോൺ എനർജി. സോ സുസ്ലോൺ എനർജി മുകളിൽ പോയിക്കൊണ്ടിരിപ്പുണ്ട്. സോ 50 റുപ്പീസ് വരാൻ സാധ്യതയുണ്ട്. സോ ഹോൾഡ് ചെയ്യുക, തീർച്ചയായിട്ടും ടാർഗറ്റ് വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ മൺഡേ ക്രിസ്മസ് ആയതിൻ്റെ അവധിയാണ്, ഹോളിഡേ. സോ ട്യൂസ്ഡേ മുതൽ ഫ്രൈഡേ വരെ ഏതൊക്കെ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് തരാം എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനിത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റില്ല. നിങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ട് മാത്രം ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. സോ ഇതിൽ നമ്മളൊരു 7 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോഡക്ട്സ് ആണ്. സോ 1115 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1130 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1500 വരെ പോകാൻ സാധ്യതയുണ്ട്. 1039 സ്റ്റോപ്പ് ലോസ് വെക്കാം. സോ 30-33% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഫീനിക്സ് മിൽസ്, ഈ സ്റ്റോക്കിൽ രണ്ട് സൈഡും ബോത്ത് സൈഡ് ഉണ്ട്. അതായത് ഡബിൾ ടോപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, ട്രിപ്പിൾ ടോപ്പും ഫോം ചെയ്യുന്നുണ്ട്. സോ ചിലപ്പോൾ ട്രിപ്പിൾ ടോപ്പ് ഫോം ചെയ്തിട്ട് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ 2422 വരെ പോകും. 2850 ബ്രേക്ക് ചെയ്ത് 2900 വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ 19-20% താഴേക്ക് പോകും. സോ ബോത്ത് അപ് ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ITI, ഇന്നലെ കൂടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ITI. ഓക്കെ, സോ 304 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 320 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 400 വരെ പോകാൻ സാധ്യതയുണ്ട്. 25% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സൺ TV ആണ് നെക്സ്റ്റ് വരുന്നത്. 726 ആണ് സൺ TV. ഇപ്പോൾ 920,000 വരെ പോകും. നല്ല മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. കാരണം 440 റുപ്പീസിലുണ്ടായിരുന്നപ്പോഴേ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തപ്പോൾ അതിപ്പോൾ 700 വരെ എത്തിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും 1000 വരും. 28% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് സിൻജീൻ ഇൻ്റർനാഷണൽ. കുറച്ച് റിസ്കി സ്റ്റോക്കാണ്, നല്ലോണം അനലൈസ് ചെയ്തിട്ട് മാത്രം, കാരണം ഇതൊരു റിവേഴ്സൽ സ്റ്റോക്കാണ്, അതുകൊണ്ടാണ് റിസ്കി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അതാ 705 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 708 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 710, 760, 900 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 7 to
27% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ബട്ട് റിവേഴ്സൽ സ്റ്റോക്ക് ആയതുകൊണ്ട് നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വെൽസൺ കോർപ്പ്. സോ 531 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 535 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 640 വരെ പോകാൻ സാധ്യതയുണ്ട്. 18 to 19% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 പ്രധാനപ്പെട്ട സ്റ്റോക്കിലാണ്. 24% വരെ വൺ മന്തിൽ നല്ല റിട്ടേൺസ് തന്ന സ്റ്റോക്കിലാണ്. പൊതുമേഖലാ ഓഹരികളാണ്. 250 രൂപയിൽ താഴെയുള്ള ഓഹരിയാണ്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഹിന്ദുസ്ഥാൻ കോപ്പർ. ഓക്കെ, സോ ഹിന്ദുസ്ഥാൻ കോപ്പർ 227 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 270 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 24% ഒരു മാസത്തിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 190 വെക്കാം. സോ ടെക്നിക്കലായിട്ട് ഈ ഒരു സ്റ്റോക്ക് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ONGC. ONGC പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ച ഒരു സ്റ്റോക്കാണ്. 204 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 250 വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, 24% നല്ല ഒരു റിട്ടേൺസ് വന്നിട്ടുണ്ട്. സോ 180 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒരു ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റോക്കാണ്. സോ ഈ 2 സ്റ്റോക്കുകളും നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ ഡിഫൻസ് സെക്ടറിൽ 5 സ്റ്റോക്കുകൾ 40% വരെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കിലാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 10.66% ഉയരാൻ സാധ്യതയുണ്ട്. കാരണം 1 മന്തിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് 24% റിട്ടേൺസ് തന്നിട്ടുണ്ട്. സോ 24% ഈ ഒരു സ്റ്റോക്ക് 1 മന്തിൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ഇനിയും 10% വർദ്ധിക്കുമെന്നാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വരുന്നത് ആസ്ട്ര മൈക്രോവേവ് പ്രോഡക്ട്സ്. ഈ ഒരു സ്റ്റോക്കാണ്. 608 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 13% ഉയരാൻ സാധ്യതയുണ്ട്. 1 മന്തിൽ 6% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ദെൻ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 175 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 22% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 1 മന്തിൽ 16.3% റിട്ടേൺസ് തന്നിട്ടുണ്ട്. ദെൻ മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. ഇതൊക്കെ ഫോക്കസ് ചെയ്യേണ്ട നല്ലൊരു സ്റ്റോക്കാണെന്ന് പറഞ്ഞാൽ 1 മന്തിൽ 3.4% റിട്ടേൺസ് വന്നിട്ടുണ്ട്. 35% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡേറ്റ പാറ്റേൺസ് ഇന്ത്യ. സോ 1963 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 40% വരെ ഉയരും എന്നാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 1 മന്തിൽ 5% റിട്ടേൺസ് വന്നിരിക്കുകയാണ്. സോ ഈ 5 സ്റ്റോക്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഡിഫൻസ് സെക്ടറിൽ 40% വരെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കലായിട്ട് ആയിട്ടുള്ള വീഡിയോസ്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.